നിനക്കൊന്നും നാണോ ഇല്ലടി. എടിയും തന്നെ ഞാൻ വിളിക്കും. നിന്റെയൊക്കെ അവസ്ഥ, ഈ അവസ്ഥ നിനക്കൊക്കെ വീട്ടിൽ വരാതിരിക്കട്ടെ. വരുമ്പോ നിനക്കൊക്കെ അറിയാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. ഈ 2022 തോന്നുന്നു സൂചേട്ടൻ മരിച്ചല്ലേ. അമ്പലത്തിൽ കയറി പാട്ടുപാടി ക്രിസ്ത്യാനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണമല്ലോ. അപ്പം എന്റെ ഭഗവാനെ, ഇങ്ങനൊരു സംഭവം ഞാൻ ഇപ്പോഴും. ഭർത്താവിന്റെ മരണവർഷം മറക്കുക, വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ആളുകളെ പാടി തോൽപ്പിക്കുക, പാടി ബുദ്ധിമുട്ടാക്കുക, ഇങ്ങനെ പലവിധ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ രേണു ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ മരണ ഡേറ്റ് മറന്നു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തന്നെ അതിശയാണ്. നാഴിക്ക് 40 വട്ടം എന്റെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഭാര്യ, ഒരു സ്ത്രീ, പിന്നെ പോരാത്തതിന് സു എന്ന് കേൾക്കുമ്പോഴേ വികാരപരിധിയാവുന്ന ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിന്റെ മരണ വർഷം എങ്ങനെ മറക്കും എന്നുള്ള കാര്യം വളരെയധികം അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എന്ത് പറ്റിയാവോ? അതിലും പുള്ളിക്കാരിക്ക് ഉറപ്പിക്കാൻ വേണ്ടി വിരലുകളുടെയും പിന്നെ പുറകോട്ടുള്ള ഒരു എണ്ണലിൻ്റെയൊക്കെ ആവശ്യം വേണ്ടി വന്നു. അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇന്ന ദിവസമാണ്, നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയുമല്ലോ, 1997, 1998, അങ്ങനെ പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു ഡേറ്റോ ആ ഒരു വർഷമോ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുധി എന്ന് പറയുന്ന മരിച്ചുപോയ അവരുടെ ഭർത്താവിനോട് അവർക്ക് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും സ്വയം ചിന്തിച്ചു നോക്കുക. ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ നടക്കാത്തൊരു സംഭവത്തിന് നടന്നേക്കാം എന്നുള്ളൊരു ഉദാഹരണത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയോട് കൂടി ചോദ്യം ചോദിക്കുകയും അതിന് മറുപടിയും പറയുന്ന ചില കാര്യങ്ങളും കൂടെ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടു. ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ് എന്നാണ് ആലോചിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായേക്കാമോ അങ്ങനെ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് അതിനൊരു മറുപടിയും കൊടുത്ത് അവിടെ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ, അതും അവർ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ചില പരിപാടിയും കൂടെ ഈ സ്ത്രീ നോക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെങ്കിലും നമുക്ക് സുധിച്ചേട്ടന്റെ വീഡിയോ കാണാം. അതുപോലെ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്നും കടം മേടിച്ച് നടന്നിട്ടിരുന്ന ആളാണ്. അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാവരും അയാളെ പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അതങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ചയായി പോയ കാര്യങ്ങളാണ്. അവരുടെ കൂട്ടുകാര്, അവർക്ക് പണം വായ്പ കൊടുത്ത ആളുകള്, അവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്ത ആൾക്കാർ ഉൾപ്പെടെ ഒത്തിരി പേര് അത് അഗ്രി ചെയ്ത കാര്യമാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ്, ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ സുധിയുടെ തന്നെ വോയിസും കാര്യങ്ങളും പണം വായ്പ ചോദിക്കുന്നതും കൊടുക്കാത്തതിനെ തുടർന്നിട്ട് അയാൾ അലവസരപ്പെട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇനി ഇവരത് തർക്കിച്ചിട്ടും കാര്യമില്ല. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ വെച്ച്? കാരണം അത് സുചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി. ഇത് ഏത് വർഷം? 2026. ഇത് ഏത് വർഷാ? 2026. ആ മുമ്പിൽ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചെക്കൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നു. ഇത്രയും തിരക്കേറിയ ജീവിതത്തിന്റെ നടുവിൽ വർഷം പോലും മറന്നു പോകുന്ന ഒരാളെ നിങ്ങൾ കാണാതെ പോരുത്. പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും ഇനാഗുറേഷൻസ് ഉണ്ട്, പിന്നെ ആൽബം ഷൂട്ടിംഗ് ഉണ്ട്, ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ ഓരോ പ്രൊമോഷൻസ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വർഷം പോലും മറന്നു പോകുന്ന ഒരാളാണ്. അയാളെ മുമ്പിൽ നിൽക്കുന്ന ആളോട് വരെ ചോദിക്കേണ്ടി വന്നു, ഇതേതാ വർഷം? 2026. ബാക്കി 2026, 2025, 2024, 2023. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുള്ളിക്കാരിന്റെ മൈൻഡിലുണ്ട് ഇപ്പൊ അടുത്താണ് സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികം കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വിരല് പുറകോട്ട് എണ്ണീട്ട് 2 കിഴിച്ചു കഴിഞ്ഞാൽ വർഷം കിട്ടുമെന്നുള്ള ബോധത്തോടു കൂടി എങ്ങാനും പുള്ളിക്കാരി ചെയ്ത പരിപാടിയാണ് ഈ 2026, 2025, 2024, 2023, 2022 എന്നും പറഞ്ഞിങ്ങനെ പുറകോട്ട് വർഷങ്ങൾ എണ്ണി കൊണ്ടുപോണത്. പക്ഷെ പുള്ളിക്കാരിന്റെ കാൽക്കുലേഷൻസ് അവിടെയും തെറ്റിപ്പോയി. കണ്ടോളൂ. ഈ 2022 തോന്നുന്നു സൂചേട്ടൻ മരിച്ചല്ലേ. അല്ലേ? തോന്നുന്നു അല്ലേ? അവിടെ തോന്നലാണ്. പുള്ളിക്കാരിക്ക് ഉറപ്പില്ല ഭർത്താവ് മരിച്ച വർഷം ഇതാണ് എന്ന്. അവിടെ ഒരു തോന്നലാണ്. ആണല്ലേ? തോന്നൽ. അതും അല്ലേ എന്ന് കൺഫേം ചെയ്യുന്നത് ക്യാമറ പിടിച്ച് മുമ്പിൽ നിൽക്കുന്ന ഒരുത്തനോട്. അപ്പം സ്വന്തം ഭാര്യയ്ക്ക് അറിയില്ല. 24 മണിക്കൂറും സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭാര്യയ്ക്ക് അറിയില്ല സുധി മരിച്ച വർഷം. ഇപ്പൊ അടുത്ത ആണ്ട് കഴിഞ്ഞതാണ്, 2ാം ചരമവാർഷികത്തിന്റെ എങ്ങാനും ആണ്ട് കഴിഞ്ഞതാണ്. അപ്പോഴും അറിയത്തില്ല സുധി മരിച്ച വർഷം ഇന്ന ദിവസമാണ് എന്നുള്ളത്. അവിടെ മുമ്പിൽ നിൽക്കുന്ന ആളോടാ ചോദിക്കുന്നത്, അല്ലേ? അവിടെ അല്ലേ എന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കുക. 2022 മരിച്ച മനുഷ്യനല്ലേ, അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി? കമന്റിന് പ്രസക്തി ഇല്ലെങ്കിലും
അത് വരട്ടെ. ആദ്യം അങ്ങനെ ഒരു കമന്റ് ഉണ്ടോ എന്ന് ആ ചോദിച്ചവനോട് സ്ക്രീൻഷോട്ട് കാണിക്കാൻ വേണ്ടി പറയുക കേട്ടോ. ഇനി മുതൽ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയോ, കമന്റ് അടക്കം ഈ ചോദ്യത്തിന്റെ താഴെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ നിങ്ങൾ വെറുതെ അവരങ്ങനെ ചോദിച്ചല്ലോ ഇവരിങ്ങനെ ചോദിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കാത്ത ചോദ്യങ്ങൾ എടുത്തിട്ട് അനാവശ്യമായിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഈ സ്ത്രീക്ക് ഇട്ടുകൊടുക്കാതിരിക്കുക. ഈ ചോദ്യത്തിന്റെ പ്രസക്തി ഒന്നുമില്ലെങ്കിലും കിട്ടിയ ഉത്തരത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട്. കാരണം ഈ കാലം അത്രയും ഇന്നലെയും കൂടെ ഞാൻ അവര് തട്ട ഏതാണ്ട് ഇട്ടിട്ട് സുധീന്റെ ഫോട്ടോന്റെ മുമ്പ് കിടന്ന് എന്തൊക്കെയോ കോപ്രായങ്ങളോ കാണിക്കുക. എങ്ങനെയാ പറ്റുന്നത്? മരിച്ചുപോയ ഒരാളുടെ ഫോട്ടോന്റെ മുമ്പ് നിന്ന് തട്ടിട്ടെന്നൊക്കെ പോലെ, അതൊക്കെ അവരുടെ ഇഷ്ടം. അതല്ലാണ്ട് ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് അയാളുടെ മുമ്പിൽ നിന്ന് റൊമാൻറ്റിക് സോങ്സോ ഡാൻസിന്റെ പാട്ടൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് മരിച്ചുപോയ ഭർത്താവിനെ അപഹസിക്കുന്ന രീതിയിൽ ഇവർക്ക് റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കൊക്കെയാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചോട്ട് പോയിരുന്നിട്ട് നിന്നെ കാണാൻ വയ്യാന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ആ റീൽസും കാര്യങ്ങളും ചിത്രീകരിക്കാൻ വേണ്ടി പറ്റുമോ? അത്രയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ തന്നെ നെഞ്ചുന്നൊരു നടുക്കവും ഇടുക്കവും കാര്യങ്ങളൊക്കെ അല്ലേ വരിക? ഇവര് കാട്ടിക്കൂട്ടുന്നത് കണ്ട ഫേക്ക് ലവ് ആണെന്ന് ഇവര് തന്നെ പറയിക്കുന്ന കാര്യമാണ് അല്ലേ? എന്താണെങ്കിലും ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയ ഉത്തരത്തിന് പ്രസക്തിയാണ്. നിങ്ങൾ 2 വർഷമായിട്ട് കാട്ടിക്കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ അത്രയും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അതല്ലാണ്ട് സുധിയുടെ മരണത്തെക്കുറിച്ചോ മരിച്ച ദിവസത്തിനെ കുറിച്ചോ മരിച്ച സമയത്തിനെ കുറിച്ചോ മരിച്ച വർഷത്തെക്കുറിച്ചോ നിങ്ങൾക്ക് യാതൊരുവിധ ധാരണയില്ലെന്ന് സാരം. ഡേറ്റോ സമയമോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെ പറയാം അറിവ് കൊണ്ടായിരിക്കാം. പക്ഷെ വർഷം അടക്കം മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ലവ് ഓവർലോഡ്. മരിച്ചവരെ നമുക്ക് സമാധാനത്തിലുള്ള ഉറങ്ങട്ടെ, അതിനെപ്പറ്റി നമുക്ക് ചെയ്യണ്ട. മരിച്ചവരുടെ സമാധാനത്തിലുള്ള ഉറക്കം നിങ്ങൾ ആ ആണ്ടിന് കണ്ടു കാണല്ലോ. പ്രേക്ഷകരോടാണ്, കാണുന്ന വ്യൂവേഴ്സിനോടാണ്. അലൻ ജോസ് പെരേരന്റെ വക പാട്ടും ഡാൻസും എല്ലാം ആയിരുന്നു. കൈകൊട്ടി രേണുവിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ചരമ വാർഷികമായിരുന്നു അല്ലെങ്കിൽ സുധിയുടെ പിറന്നാൾ ദിനമായിരുന്നു എന്ന് തന്നെ നമുക്ക് അല്ലെങ്കിൽ അതിശയം ഉണ്ടായിരുന്നു. കാരണം മരിച്ച ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഇപ്പൊ പറയുന്ന വ്യക്തിയാണ് അന്ന് സ്ഥലകാല ബോധമില്ലാണ്ട് സ്വന്തം ഭർത്താവ് മരിച്ച 2ാം വാർഷികത്തിന് ഡാൻസും പാട്ടും കൂത്തും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്തൊരു വിരോധാഭാസല്ലേ നോക്കണം. ആങ്കർ ചോദിക്കുകയാണ്, ഇപ്പം ക്രിസ്ത്യാനിയായ രേണു അമ്പലത്തിൽ കയറി പാട്ട് പാടുമ്പം നാളെ ഇങ്ങനെ കമന്റ് ഇട്ടാൽ എന്ത് ചെയ്യും? ആ ഒരു ലൈനിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിന് അവര് കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേൾക്കണം കേട്ടോ. അമ്പലത്തിൽ കയറി പാട്ടുപാടി ക്രിസ്ത്യാനിയായ രേണു എന്നൊക്കെ പറഞ്ഞോണ്ടായിരിക്കണമല്ലോ. അപ്പം എന്റെ ഭഗവാനെ ഇങ്ങനൊരു സംഭവം ഞാൻ ഇപ്പോഴും ചേച്ചി എന്ത് ചെയ്താലും നോക്കിയോ നമുക്കാർക്ക് ഇതും ചിലപ്പോ ഒരു എടാ ഒരു മിനിറ്റ് കിച്ചു, ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. മീഡിയ അതിന്റെ ഇടയ്ക്ക് കിച്ചു വിളിച്ചത് സ്പീക്കറിൽ ഇടുകയും അത് കിച്ചു ആണ് തന്നെ വിളിച്ചത് എന്ന് പറഞ്ഞ് ആളുകളെ ധരിപ്പിക്കാനുണ്ടായ ആ ഒരു മനസ്സും കൂടെ നിങ്ങൾ കാണാതെ പോരുത്. അതിൽ ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സെൻഡ് ചെയ്യാമായിരുന്നു. അതല്ലാത്ത പക്ഷം ഫോൺ സ്പീക്കറിലിടാതെ അതെടുത്ത് ചെവിയിൽ വെച്ച് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറയാമായിരുന്നു. ഇതൊന്നും അല്ലാതെ തന്നെ വിളിക്കുന്നത് കിച്ചു ആണ് എന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ, ആ ഒരു ശ്രദ്ധയും കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ ഫോൺ സ്പീക്കറിലിട്ടിട്ട് സംസാരിച്ചത് നിങ്ങളാരും ശ്രദ്ധിക്കാതെ പോരുത്. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അത് ചെയ്തിട്ടുള്ളത്. അപ്പം അതാരും ശ്രദ്ധിക്കാതെ പോവരുത്. അപ്പൊ അതിനെപ്പറ്റി വിവാദം ഉണ്ടാക്കുന്നവരെ കലാകാരന്മാർക്ക് അമ്പലമില്ല, പള്ളിയില്ല, ഒന്നുമില്ല. മീൻസ് ഇല്ലെന്നല്ല, എല്ലാം ഒരുപോലെയാണ്. ദൈവം അറിഞ്ഞു കൊടുക്കുന്നതാണ് കലാകാരന്മാർക്ക് കല. നമുക്കെല്ലാം ഒരു ദൈവമേ ഉള്ളൂ അല്ലേ? നമ്മുടെ മനസ്സ് നന്നായെങ്കിൽ എവിടെയും നമുക്ക് സാധിക്കാറാം. മനസ്സിലായോ? ക്രിസ്ത്യാനികൾക്ക് അമ്പലത്തിൽ കയറാനോ പറ്റത്തില്ലെന്നോ പള്ളിയിൽ ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റത്തില്ലെന്നോ എങ്ങനെ നിയമമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടേ കയറാവുള്ളൂ. ഓക്കെ, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റേജിൽ കയറുമ്പോഴല്ല, അമ്പലത്തിനകത്താണെങ്കിലും പള്ളിക്കകത്താണെങ്കിലും കയറുമ്പോൾ പാദരക്ഷകൾ പുറത്തിടുക. അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. വിവാദം ഉണ്ടാക്കുന്നത് ഞങ്ങളാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണ്. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കൊടുക്കുന്ന മറുപടികളുമാണ് സോഷ്യൽ മീഡിയക്കകത്ത് വിവാദം ഉണ്ടാക്കുന്നത്. അതല്ലാതെ ഞങ്ങളാരും വന്നിരുന്നിട്ട് വേണ്ടാത്തതോ കാര്യങ്ങളോ ആയ വെറുതെ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് ചികഞ്ഞ് പരിശോധിച്ച് സംസാരിക്കുന്നതല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിത്ത് എവിഡൻസ്, വീഡിയോ പ്രൂഫ് അടക്കം എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലേ? ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അമ്പലത്തില് നമ്മളൊരു മുസ്ലിം ഫാമിലി ഉണ്ടല്ലോ, പാട്ടൊക്കെ പാടുന്ന, നല്ലതായിട്ട് പാട്ടൊക്കെ പാടുന്ന, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ പാടുന്ന ഒത്തിരി പേരുണ്ട്. ട്രൂപ്പിലൊക്കെ പോയിട്ട് പാടുന്ന മുസ്ലിംസ്, ഹിന്ദുക്കൾ, ക്രിസ്ത്യൻസ്, സഹോദരങ്ങളെല്ലാം ഉണ്ട്. അമ്പലത്തിൽ ഇപ്പം അടുത്ത് നമ്മൾ മറ്റേ ദഫ്മുട്ടോ അങ്ങനെ ഏതാണ്ടോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് കണ്ടു. ഇപ്പം അടുത്ത് ഇവിടെ ഒരു പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു. അതിനകത്തും സ്കൂളിന്റെ ആ ഒരു കലോത്സവം പള്ളിപ്പെരുന്നാളും കൂടെ ഒരുമിച്ച് വെച്ചതുകൊണ്ട് തന്നെ അതിനകത്ത് കുട്ടികളുടെ ദഫ്മുട്ട്, ഒപ്പന കാര്യങ്ങൾ, പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അമ്പലത്തിൽ പോയിട്ട് പാട്ട് പാടുന്ന ആളുകൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ള കാര്യമൊന്നും
അത്ര വലിയ വിഷയമായിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ചർച്ചകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു. അതിനിടയ്ക്ക് വന്നിട്ട് ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, ഞാൻ അവിടെ വന്ന് പാട്ട് പാടുക ഈ വിഷയം ഉണ്ടാവുമെന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. ജാതി ഭേദമന്യാണ് ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിനും പ്രസക്തി, ഉണ്ടാക്കി ചോദിച്ച ഈ ഒരു ചോദ്യത്തിനും പ്രസക്തി ഇല്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുത്ത ഈ ഒരു മറുപടിക്കും അവിടെ പ്രസക്തി ഇല്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ചോദിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്, ഇറക്കി വിടുന്ന ചോദ്യങ്ങളാണ്. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും അറ്റാച്ച് ചെയ്തിട്ട് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ എന്താട്ടോ ഇങ്ങനെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞുകൂടാ? പേരൊന്നും കാണിക്കണ്ട, അത് നിങ്ങൾ വേണേൽ ബ്ലർ ചെയ്തോളൂ. പക്ഷെ ഈ ഒരു കമന്റ് നിങ്ങൾക്ക് എടുത്തു വെച്ച് കാണിക്കാലോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ടോ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക, അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം പോസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുക, അതിന് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള വിമർശനം നേടുക, വീഡിയോ റീച്ച് ഉണ്ടാക്കുക. ഇതല്ലേ തന്നെ ചെയ്യുന്നത്. പെൺകുട്ടികൾ എന്നെ ഇവൾക്കൊക്കെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ തന്നെ കുറ്റം പറയുന്നത്. നിനക്കൊന്നും നാണോ ഇല്ലേടി? എടിയും തന്നെ ഞാൻ വിളിക്കും. നാണോ ഇല്ലേടി ചോദിച്ചു കേട്ടോ, നാണോ ഇല്ലേടി? ചേച്ചീനെ നാണോ നമ്മൾ 2-3 വീഡിയോസിലായിട്ട് കണ്ടതാണ്. അവിടെ ഒരു കമന്റും ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി റോള് ഇവർ അഭിനയിച്ചോട്ടെ, ഒത്തിരി റോളുകൾ ചെയ്യുന്ന നടിമാരുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്ത്രീനെ നടികളുമായിട്ട് ഉപമിക്കരുത്. കാരണം ആ ഉപമിക്കുന്ന നടികൾ അത്രയും തന്നെ വെറും റൊമാൻറ്റിക് സീൻസും കെട്ടിപ്പിടുത്ത ഉമ്മക്കലും മാത്രമല്ലാണ്ട് മറ്റു പല സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന റോളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സ്ത്രീ അവരുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് കെട്ടിപ്പിടിക്കുക, ഉമ്മക്കുക, റൊമാൻറ്റിക് സാധനങ്ങൾ ചെയ്യുക, ഇത് മാത്രമാണ്. ഇവരേതോ വലിയ ലൈല ആണ് എന്നാണ് ഇവർ സ്വന്തം ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇവരുടെ റീൽസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. സെക്സി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും മാത്രമാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതല്ലാതെ ഏതെങ്കിലും ഒരു ഡയലോഗോ കാര്യങ്ങളോ എടുത്തു വെച്ച് ലിപ്സിങ്ക് ചെയ്ത് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരുടെ ഏത് ആൽബത്തിൽ ഏത് ഷോർട്ട് ഫിലിമിലാണെങ്കിൽ കെട്ടിപ്പിടുത്തും ഉമ്മക്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് അതാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ നാണമില്ലാത്തത് ഞങ്ങൾക്കാണോ നിങ്ങൾക്കാണോ എന്ന് സ്വയം ചിന്തിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെയുള്ള ആ ബെഡ്റൂം സീൻ ഒന്നും കൂടെ കണ്ടുകൂടാ. അപ്പൊ നാണത്തിന്റെ തോത് കുറച്ചും കൂടെ മനസ്സിലാവും. നിന്റെയൊക്കെ ഈ അവസ്ഥ നിനക്കൊക്കെ വീട്ടിൽ വരാതിരിക്കട്ടെ. വരുമ്പോ നിനക്കൊക്കെ അറിയാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. നമ്മളെ ഈ വഴിമുട്ടി നിൽക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് നീ ജനങ്ങളുടെ മുമ്പിലോട്ട് ഓരോ കാര്യങ്ങൾ പറയല്ലേ. ഇയാളെ പോലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട് 2 കുട്ടികളെയും 3 കുട്ടികളെയും പെറ്റ് വളർത്തി പോറ്റുന്ന അമ്മമാര് എത്ര പേര് നിങ്ങളുടെ വീഡിയോനെ താഴെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ടെന്നറിയോ? ഞാനൊരു സിംഗിൾ മദറാണ്, ഞാൻ എന്റെ കുട്ടികളെ എങ്ങനെ അധ്വാനിച്ചാണ് പോറ്റുന്നത്, എനിക്ക് 2 കുട്ടികളുണ്ട്, ഞാൻ എന്റെ കുട്ടികളെ എങ്ങനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്തോരം പേര് കമന്റ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് ഈ പൈസ ഇറക്കുന്ന കാര്യം ഇങ്ങനെ പറയുന്നത്? സുധി മരിച്ചതിന് ശേഷം മാന്യമായ രീതിയിൽ ഒരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു വരുമാനം കിട്ടില്ലേ? നിങ്ങളിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അത്രയും കാലം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. കൈ നീട്ടി ഇരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ്? ആരോഗ്യം ഇല്ലേ? അപ്പൊ അധ്വാനിച്ച് ജീവിച്ചൂടെ? പെങ്ങൾക്ക് ജോലിയുണ്ട് ഇല്ലേ? ഒരു പരിധി വരെ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്ക് നിങ്ങളെ സഹായിച്ചൂടെ? അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് പറയുക. അല്ലാണ്ട് ഞാൻ പട്ടിണിയായിരുന്നു, എനിക്ക് കാലാകാലം നമുക്ക് ആരും തിന്നാൻ തരില്ല. നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുക ചെയ്യേണ്ടത്. എപ്പോഴും ഏത് നേരം ഒരാൾ എനിക്ക് പൈസ തന്നുകൊണ്ടിരിക്കണം, ഞാൻ അവരെ കീഴിൽ ജീവിക്കൂ എന്ന് പറയുന്നത് ഒരുതരം ഷാഢ്യമാണ്. മനസ്സിലായോ? 10,000, 2,000, 500 രൂപയ്ക്ക് ഞാൻ തെണ്ടി നടന്നപ്പോ നീ ഒന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ 2 മക്കളെ നോക്കാനും വീട്ടുകാരെ നോക്കാനും കറണ്ട് ചാർജ് അടയ്ക്കാനും വാടക എടുക്കാനും കൊടുക്കാനും ഒക്കെ ഞാൻ തെണ്ടി നടന്നിട്ടുണ്ട്. അറിയാവോ? ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഓഹോ, ബൈ സഹായിച്ചവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ബിഷപ്പ്, വീട് വെച്ച ഫിറോസ്, പിന്നെ രതീഷോ രമേശോ ഏതൊരാൾ പൈസ എന്റെ പൈസ തിരിച്ചതായോ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. പിന്നെ വാടകയ്ക്ക് വീട് തന്നൊരു അപ്പൂപ്പൻ, അങ്ങനെ നീണ്ട ഒരു നിര തന്നെയുണ്ട്. അപ്പൊ ഈ സഹായിച്ചവരെല്ലാം എന്ത് ചെയ്യുന്നു? അവരെ ഞാൻ ആട്ടിത്തുപ്പിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നു, ആട്ടുസൂപ്പ് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ പരിപാടി? ഇവരോടൊക്കെ എന്താ പറയുക? ഇതൊന്നല്ല കേട്ടോ. ഇനി വേറൊരു സാധനം ഉണ്ട്. ഈ തൂറാത്തോൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടെ എന്നൊക്കെ കേട്ടിട്ടില്ല? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ കേട്ടോ, അതാരും എന്ന് പറയണ്ട. അപ്പൊ ആ ഒരു കണക്കനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഞാൻ
വിദേശത്തൊക്കെ പോകുന്നത് ഇവിടെ മുതൽ അവിടെ വരെ ഞാൻ എല്ലാ ആൾക്കാരെയും അറിയിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ചില ആൾക്കാരൊക്കെ അറിയിക്കാണ്ടാണ് പോകുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യുക, ഒരാൾ ഒരു സ്ഥലത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവരെ മുഴുവൻ അറിയിച്ചുകൊണ്ടാണോ പോകേണ്ടത്, അറിയിക്കാണ്ടാണോ പോകുന്നത്? ഇവരൊഴികെ ഈ ലോകത്ത് ഒത്തിരി കലാകാരന്മാര്, കലാകാരികളെല്ലാം ഉണ്ട്. ആൽബം ആർട്ടിസ്റ്റുകളുണ്ട്, ഗാനമേള നടത്തുന്ന ആൾക്കാരുണ്ട്, പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, റാപ്പ് സിംഗേഴ്സ് ഉണ്ട്, സീരിയൽ നടിമാര്, നടന്മാര്, എക്സെട്ര എക്സെട്ര എക്സെട്ര, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും ഉണ്ണുന്നതും ഉറങ്ങുന്നതും സഞ്ചരിക്കുന്നതും വരെ ഞാൻ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് 24/7 സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ പോകുന്നത്, ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് പോകുന്നത്, ബാക്കിയുള്ളവരാരും അറിയിക്കാണ്ടാണ് പോകുന്നത്. എന്ത് കാര്യത്തിന് ഇവർ പോകുന്ന നാട്ടുകാരെ അറിയിച്ചിട്ട് ഇവർക്ക് എന്താണ് കിട്ടുന്നത്? അത് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ, ഞാൻ പോകുന്നത് ഇവിടെ കേട്ടോ, സ്വയം ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഒരു പരിധി വരെ മീഡിയാസിനെ ഇവരിൽ നിന്ന് അകറ്റി നിർത്തിയാൽ തന്നെ ഇവർക്ക് ഗുണം കിട്ടും, മെച്ചപ്പെടും. ഈ വക കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഇവർ തലേന്ന് പോകും. പക്ഷെ ഇവർക്ക് അത് തലേന്ന് പോകാനുള്ള താല്പര്യമില്ല. 24 മണിക്കൂർ ഇങ്ങനെ മീഡിയയ്ക്ക് മുമ്പിൽ ചോദിച്ചു, ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്, എൻ്റെ കയ്യിൽ ഒത്തിരി ഉത്തരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആൻസർ ഷീറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് മീഡിയനെ കാണുമ്പോഴേക്കും. ദുബായിൽ ചെന്ന് ശരിക്കും രേണുസുതി അവിടെ എന്തിനാണ് പോയതെന്നും അതുപോലെ തന്നെ ഒരു ബാഡ് വേർഡ് അതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കരമായിട്ട് ഒരു സ്ത്രീയെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അല്ല, അങ്ങനെ പറയുമ്പോൾ പോലും ചേച്ചി ഇപ്പൊ പലർക്കും അറിയാം ചേച്ചി പ്രമോഷന്റെ കാര്യത്തിനായിട്ട് പോകുന്നതാണ്. പലർക്കും അല്ല, എല്ലാവർക്കും അറിയാം. ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ തൊട്ട് അവിടെ വരെയുള്ള വീഡിയോസ് എല്ലാവരും കാണുന്നത്. ഞാൻ എന്തിനാണ് പോകുന്നത്? പാപ്പിൽ ആദ്യമായിട്ട് ദുബായ് പോയ പാപ്പിലോട്ട് പ്രമോഷൻ ബാർ റെസ്റ്റോറന്റ് ആണ്, ഫാമിലി ബാർ റെസ്റ്റോറന്റ് ആണത്. അപ്പോൾ രണ്ടാമത് ബഹറിന് പോയത് അവരുടെ തന്നെ ഔട്ട്ലെറ്റ് ആയ ബാച്ചിലേഴ്സിലാണെന്ന് പറയാം. മൂന്നാമത് ഞാൻ പോയി ഇനോഗ്രേഷൻ ആണെന്ന് അറിയാം. സ്മിത ചേച്ചിയുടെ ബോട്ടിക്ക് പോട്ടെ ബ്യൂട്ടി പാർലറിന്റെ ഇനോഗ്രേഷൻ ആണെന്ന് പറയാം. പിന്നെ എന്താണ് പിന്നെ എന്താണ് ബോധിപ്പിക്കേണ്ടത്? പിന്നെ ഈ പറയുന്നവളമാരൊക്കെ ദുബായിലും അമേരിക്കയിലും ഒക്കെ പോകുന്നുണ്ടല്ലോ. ഇവളമാരെല്ലാരും അറിയിച്ചോണ്ടാണ് പോകുന്നത്. ഈ പറഞ്ഞ മറ്റേ താത്തയല്ലേ പറഞ്ഞു, ഇവരും ദുബായിലായിരുന്നല്ലോ. ഇവർ എന്റെ ബിസിനസ് ആണ്, ഇവർ അറിയിക്കുന്നുണ്ടോ നമ്മളെ ആരെയും? ഇല്ലല്ലോ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാരും അറിയിച്ചോണ്ടാണ്. ഈ പറയുന്നവളുമാരും ഈ കമന്റ് ഇടുന്നവളുമാരും പയ്യെ മിണ്ടാതെ പോകും. ഓക്കെ, അപ്പൊ അത് കേട്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് താത്തക്കിട്ടൊരു തട്ടും കൊടുത്തു. താത്ത വയറ് നിറയെ കൊടുക്കുന്നുണ്ട്. ഇവർക്കിത് കിട്ടിയിട്ടും മതിയാവുന്നില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഹാരത്തിന് പകരം താത്തേന്റെ വീഡിയോ ആണ് ഇവർ കണ്ട് പള്ള നിറയ്ക്കുന്നതെന്ന് ഒരു സംശയമില്ലാതില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി ചൊറിയുന്നുണ്ട്, താത്ത വയറ് നിറയെ കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. നമ്മളെ മുൻനിര ഗായികമാരെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും, AR റഹ്മാൻ വരെ തോറ്റുപോകുന്ന തരത്തിലുള്ള, KS ചിത്ര വരെ തോറ്റുപോകുന്ന, ലജ്ജിച്ചു പോകുന്ന തരത്തിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട് പുള്ളിക്കാരി സ്റ്റേജിലോട്ട് കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പാട്ടിലെ ഓരോ വരികൾ കൊണ്ട് അമ്മാനമാടി മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ ചന്നം ഭിന്നം തുള്ളിക്കും എന്നുള്ളൊരു ലൈനിലാണ് പുള്ളിക്കാരിന്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളും. കാരണം അത്രയും ജാട മൂഡ് മാൻ, ആ ഒരു മോന്തയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഒരു കട്ട ജാടയൊക്കെ പിടിച്ച് ഇപ്പൊ പാടും എന്നുള്ള ലൈനിലാണ് എക്സ്പ്രഷൻസ് ഒക്കെ. പക്ഷെ വാ തുറന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് കണ്ടോളൂ കേട്ടോ. ഏതോ ഒരു നാടൻപാട്ട് പോലുള്ള ഏതോ ഒരു പാട്ട് ആലപ്പുഴേന്റെ എങ്ങാനും പാടി അത് ക്ലിക്കായിപ്പോയി. അത് അവരുടെ സ്വരത്തിന് ചേർന്ന ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പാടാൻ അറിയാമെന്ന് കരുതിയിട്ട് പാടിക്കൂട്ടുന്ന കാര്യങ്ങൾ അത്രയും തന്നെ ആളുകളുടെ ചെവി പൊട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. ഒത്തിരി പേര് സൂപ്പർ 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 എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. ഇവരെ നിരാശപ്പെടുത്തേണ്ടത് കരുതിയിട്ടായിരിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ പാട്ട് 5 പൈസയ്ക്ക് കൊള്ളത്തില്ല, കേട്ടിരിക്കാൻ കൊള്ളത്തില്ല. പാട്ടൊരു വഴി, മ്യൂസിക് വേറൊരു വഴി, അക്ഷരങ്ങൾ വേറെ പല വഴിയാണ് പോണത് എന്ന് മാത്രം. ആ പാട്ടൊന്ന് കേട്ടോട്ടോ. എന്തിനെയാണ് ഈ പാട്ട് പാടുന്ന സമയത്ത് ഇങ്ങനെ ഒരുമാതിരി ആസ്മ പിടിച്ച ആൾക്കാരെ ഇങ്ങനെ വലിക്കുന്നത്? ഒരു പ്രൊഫഷണൽ സിംഗറുടെ നിപ്പും നടപ്പും ഭാവവും എക്സ്പ്രഷനും ഒക്കെയാണ് പുള്ളിക്കാരി ഇടുന്നതെന്നുണ്ടെങ്കിലും വാ തുറന്നു കഴിഞ്ഞാല് സരിഗമ പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത ആൾക്കാരെ പോലെ ഉണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ അവരുടെ പാട്ട് കേട്ട് നോക്കുക.
എനിക്കങ്ങനെ ഫീൽ ചെയ്തു. പാട്ട് പാടാൻ അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല, എങ്ങനെയാണ് ഇവരൊരു കലാകാരി എന്ന് പറഞ്ഞ ആൾക്കാർ ഇനാഗുറേഷനെ വിളിക്കുന്നത് എന്നുള്ള കാര്യം അതിശയമാണ്. അവർക്ക് കിട്ടിയ ആ ഒരു നെഗറ്റീവ് ഫെയിം, അവരെ കാണാൻ വേണ്ടി 4 ആൾ വരും എന്നുള്ള ധാരണയോട് കൂടി അവർ ഒത്തിരി പേര് ഇനാഗുറേഷനും പ്രൊമോഷനും കാര്യങ്ങൾക്കും ഗാനമേളയ്ക്കും ഒക്കെ വേണ്ടി വിളിക്കുന്നതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടും എന്നുള്ള ധാരണയോട് കൂടി, അല്ലാണ്ട് ഇവരുടെ കഴിവിനെ കണ്ട് മതിമറന്ന് വിളിക്കുന്ന ഒന്നുമല്ല. ഇനി മലയാളത്തിലെ പാട്ടിനെ കൊന്നും തമിഴിലെ പാട്ടിനെയും കൊന്നു, ഹിന്ദിയിലോട്ട് പോയിട്ട് ഹിന്ദിയിലെ പാട്ടിനെയും കൂടെ കൊല്ലുന്നുണ്ട്. തകടനെയോ? അക്ഷരങ്ങൾ പോലും മര്യാദയ്ക്ക് നോക്കാതെയാണ് പാട്ട് പാടുന്നത്. മുമ്പിലിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അത് എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവോ എന്തൊക്കെയോ തട്ടിക്കൂട്ടി പാടുന്നുണ്ട്. ഇതെല്ലാം കണ്ട സമയത്ത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കരുതി ഒത്തിരി പേര് 2-3 വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത് കണ്ടു. എനിക്ക് അങ്ങനെ 2-3 വീഡിയോ ആക്കി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, പോരാത്തതിന് സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റ വീഡിയോ ആക്കി ചെയ്യുന്നു. ഇവരുടെ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് പറയുക. എന്താവും ഒന്നും അറിയില്ല. ഈ സാമ്പാർ തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയുള്ള തിളപ്പാന്ന് അറിയത്തില്ല. തിളക്കട്ടെ, മാക്സിമം തിളക്കട്ടെ. എന്നാലും നാഴിക്ക് 40 വട്ടം പറയുന്ന സ്വന്തം ഭർത്താവിന്റെ മരണ ദിവസം മറന്നുപോയത് മോശമായിപ്പോയി. ഭയങ്കര മോശമായിപ്പോയി. അവസാനമായിട്ട് ഒരു സാധനം കൂടെ. ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടോ? മുസ്ലിമായിട്ട് മതം മാറാൻ പോവാണ് എന്നാണ്, സുധീനെ പേര് മാറ്റും എന്നുള്ളതൊക്കെ മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോരാത്തതിന് അവരുടെ ഇപ്പോൾ പതിൻ്റെ ആ ഒരു റീൽസും ഈ ഒരു പോസ്റ്റും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധം അവർ പുലർത്തുന്നുണ്ട്. തട്ടം വിട്ടിട്ട് മുസ്ലിം സോങ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് റീൽസ് ചെയ്യുക, സുധിച്ചേട്ടന്റെ ഫോട്ടോന്റെ മുമ്പിൽ പോയി തട്ടം വിട്ട് ഇങ്ങനത്തെ പാട്ടും പാടി ഡാൻസ് കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അൺയൂഷ്വൽ ആയിട്ടൊന്നും തോന്നില്ല. പക്ഷെ ഇവര് മനഃപൂർവ്വം കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനൊരു പോസ്റ്റ് ഇറക്കി വിട്ട് ഇങ്ങനൊരു ഡയലോഗ് ഇറക്കി വിട്ടിട്ട് ഓരോ റീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്കിടയിലോട്ട് എത്തിക്കുകയാണ്. അവർ മതം മാറുന്നതിനെ കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്, മതമല്ല നമ്മൾ സംസാരിക്കുന്നത്. അവർ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.